പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് അന്യൻ്റെ സ്വത്തുക്കൾ മോഹിക്കരുത് എന്ന്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുവാൻ വേണ്ടി അവരെ ഇല്ലാതാക്കുന്ന അനേക സംഭവങ്ങൾക്ക് നമ്മളൊക്കെയും സാക്ഷികളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മളോട് പറയുന്നുണ്ട്, അന്യൻ്റെ വസ്തുക്കൾ അല്ലെങ്കിൽ അന്യനെ ഇല്ലാതാക്കിയാൽ അവൻ്റെ വസ്തുക്കൾ നമുക്ക് സ്വന്തമാവുകയും അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ള ആ മോഹം അത് വ്യാമോഹം മാത്രമാണ്. 2 ഉദാഹരണങ്ങൾ ബൈബിളിൽ നാം കാണുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെയും കുടിയാന്മാരുടെയും തമ്മിലുള്ള ഉപമയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അത് കുടിയാന്മാരെ അല്ലെങ്കിൽ അത് പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ദൂരദേശത്തേക്ക് പോവുകയും ചെയ്യുന്നു. മുന്തിരിപ്പഴങ്ങളുടെ എടുക്കുന്ന കാലമായപ്പോൾ ഈ യജമാനൻ തൻ്റെ ദാസന്മാരെ കുടിയാന്മാരുടെ അടുത്തേക്ക് ഈ മുന്തിരിപ്പഴത്തിൻ്റെ തനിക്കുള്ള ഓഹരി ശേഖരിക്കുവാനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ ഈ കുടിയാന്മാരാകട്ടെ ഈ ദാസന്മാരിൽ ഒരുവനെ അപമാനിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്യുന്നു. അങ്ങനെ യജമാനന് അർഹതപ്പെട്ടത് ഈ കുടിയാന്മാർ കൊടുക്കുന്നില്ല. അവസാനം യജമാനൻ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ എല്ലാ ദാസന്മാരെയും ഞാൻ അയച്ചു, അവരെ അവർ അപമാനിക്കുകയും കൊല്ലുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇനി എനിക്കുള്ളത് എൻ്റെ ഏക മകൻ മാത്രമാണ്. അവനാണ് ഈ സകല സ്വത്തുക്കളുടെയും അവകാശി. അതുകൊണ്ട് ഞാൻ അവനെ ആ കുടിയാന്മാരുടെ അടുത്തേക്ക് അയക്കും. അവർ എൻ്റെ മകനെ ബഹുമാനിക്കുകയും എനിക്ക് തരാനായിട്ടുള്ള ഓഹരി തരികയും ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഈ പുത്രൻ കുടിയാന്മാരുടെ അടുത്തേക്ക് പോയി. അവനെ കണ്ടപ്പോൾ ഈ കുടിയാന്മാർ പരസ്പരം പറയുകയാണ്, ഇവനാണ് ഈ തോട്ടത്തിൻ്റെ അവകാശി, സകലത്തിൻ്റെയും അവകാശി ഇവനാകുന്നു. അതുകൊണ്ട് നമുക്ക് ഇവനെ കൊന്ന് അവകാശം നമുക്ക് കരസ്ഥമാക്കാം. അങ്ങനെ അവർ ആ യജമാനൻ്റെ പുത്രനെ കൊന്ന് പാളയത്തിന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ആ മുന്തിരിത്തോട്ടം അവർക്ക് ലഭിക്കുന്നില്ല. കാരണം ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വന്ന് അവരെ നിഗ്രഹിക്കുകയും തോട്ടം യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കുടിയാന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ഇല്ലാതാക്കിയാൽ അവരുടെ സ്വത്ത് നമുക്ക് കൈക്കലാക്കാം എന്നുള്ള അത് വെറും വ്യാമോഹം മാത്രമാണ്. കാരണം സകല സ്വത്തുക്കളുടെയും അവകാശി പിതാവായ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ് ഈ സകലത്തിൻ്റെയും അധികാരി. അവിടുന്ന് തനിക്കിഷ്ടമുള്ള മനുഷ്യർക്ക് അത് കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ദൈവവുമായി നിരപ്പ് പ്രാപിക്കുകയും നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ടത് സ്വീകരിക്കുകയും ചെയ്യാം. മറ്റൊരു ഉദാഹരണം, രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായത്തിൽ അവിടെ ഒരു നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം അന്നത്തെ രാജാവായ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്തായിരുന്നു. അതിമനോഹരമായ ഈ മുന്തിരിത്തോട്ടം ആഹാബ് കാണുകയും അത് സ്വന്തമാക്കണമെന്നുള്ളിൽ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ആഹാബ് നാബോത്തിനോട് പറയുന്നുണ്ട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക, ഞാൻ നിനക്ക് ആവശ്യമായ പണം നൽകാം, അല്ലെങ്കിൽ മറ്റ് മുന്തിരിത്തോട്ടങ്ങൾ നൽകാമെന്ന് പറയുന്നു. എന്നാൽ നാബോത്ത് പറഞ്ഞു, ഇതെനിക്ക് പിതാക്കന്മാരുടെ പാരമ്പര്യമായിട്ട് എനിക്ക് ലഭിച്ച മുന്തിരിത്തോട്ടമാണ്, അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ലെന്ന്. എന്നാൽ ഈ ആഹാബ് ദുഃഖിതനാകുന്നു. ഇത് കണ്ട ആഹാബിൻ്റെ ഭാര്യ ജസബേൽ രാജ്ഞി നാബോത്തിന് എതിരായി കള്ളസാക്ഷികളെ കൊണ്ടുവരികയും നാബോത്ത് രാജാവിനെതിരായും ദൈവത്തിനെതിരായും ദൂഷണം പറഞ്ഞുവെന്ന് കള്ളസാക്ഷ്യം നാബോത്തിനെതിരെ പറയുകയും അങ്ങനെ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് രാജകൽപ്പന ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്ന് പാളയത്തിന് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. എന്നാൽ അതിനുശേഷം ആഹാബ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കുന്നുണ്ട് എങ്കിലും അവനത് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ശാപം അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും മേൽ വന്ന് വീഴുന്നുണ്ട്. പ്രവാചകനായ ഏലിയായിലൂടെ ദൈവമായ കർത്താവ് ആഹാബിനോട് കൽപ്പിച്ചതുപോലെ
ആഹാബിൻ്റെ ഭാര്യ ജസബലും തെരുവീഥികളിൽ വെച്ച് കൊല്ലപ്പെടുകയും ദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ജസബലിൻ്റെ ശരീരഭാഗങ്ങളും തലയും ആ നിരത്തുകളിൽ അല്ലെങ്കിൽ തെരുവീതിയിൽ ചിതറി വീഴുകയും ചെയ്തു. അവരുടെ രക്തം നായ്ക്കൾ വന്ന് കുടിക്കുന്നുണ്ട്. അവരുടെ തലമുറകൾക്കും ആ സ്വത്ത് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. 10 കൽപ്പനകളിൽ ഒരു കൽപ്പന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അന്യനെ ഇല്ലാതാക്കിയാൽ നമുക്കൊരിക്കലും ആ സ്വത്ത് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ തലമുറകളെ പോലും ബാധിക്കുമെന്നുള്ള ഒരു മഹാസത്യം ദൈവം ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ വചനത്താൽ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.